രൂപത്തിലാണല്ലോ. ഭൂമിയും സൂര്യൻ ചന്ദ്രഗ്രഹങ്ങളും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. നമ്മുടെ വളയും മോതിരവുമെല്ലാം വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. നമ്മുടെ വളയും മോതിരവുമെല്ലാം വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. വൃത്തത്തിൻ കാര്യം അറിയണം വൃത്തം വരയ്ക്കാൻ. വൃത്തത്തിൻ കാര്യം അറിയണം വൃത്തം വരയ്ക്കാൻ. ആരമറിയണം അല്ലെങ്കിൽ വ്യാസമറിയണം. ആരമറിയണം അല്ലെങ്കിൽ വ്യാസമറിയണം. ആരം വ്യാസത്തിൻ പകുതിയാണ്, വ്യാസമാരത്തിനിരട്ടിയാണ്. ആരം വ്യാസത്തിൻ പകുതിയാണ്, വ്യാസമാരത്തിനിരട്ടിയാണ്. ആരവും വ്യാസവും അറിഞ്ഞാൽ പിന്നെ വൃത്തം വരയ്ക്കാൻ എളുപ്പമാകും. ആരവും വ്യാസവും അറിഞ്ഞാൽ പിന്നെ വൃത്തം വരയ്ക്കാൻ എളുപ്പമാകും. വൃത്തമാം രൂപത്തെ കാട്ടുവാനായി വൃത്തത്തിൻ രൂപത്തിൽ നിന്നിടുന്നേ. നമ്മുടെ ചുറ്റിലുമുള്ള പലതും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. നമ്മുടെ ചുറ്റിലുമുള്ള പലതും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓയുടെ രൂപവും വൃത്തമാണ്. നമ്മുടെ വണ്ടി ചക്രങ്ങളും എല്ലാം വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. വൃത്തങ്ങളിൽപ്പെട്ടാൽ ഭംഗിയേറുന്ന ജ്യാമിതീയ രൂപങ്ങൾ നിർമ്മിച്ചിടാം. വൃത്തങ്ങളിൽപ്പെട്ട വ്യത്യസ്ത രൂപങ്ങൾ വരച്ചിടാം നമുക്ക് കൂട്ടുകാരെ. വൃത്തങ്ങളിൽപ്പെട്ട വ്യത്യസ്ത രൂപങ്ങൾ വരച്ചിടാം നമുക്ക് കൂട്ടുകാരെ. വൃത്തത്തിൽ രണ്ട് ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കും. ഏറ്റവും വലിയ വരയുള്ള വ്യാസമടങ്ങും. എല്ലാ വ്യാസങ്ങളും കടന്നു പോകും വൃത്തകേന്ദ്രത്തിൽ കൂടാണല്ലോ. എല്ലാ വ്യാസങ്ങളും കടന്നു പോകും വൃത്തകേന്ദ്രത്തിൽ കൂടാണല്ലോ. വൃത്തമാം രൂപത്തെ കാട്ടുവാനായി വൃത്തത്തിൻ രൂപത്തിൽ നിന്നിടുന്നേ. നമ്മുടെ ചുറ്റിലുമുള്ള പലതും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. നമ്മുടെ ചുറ്റിലുമുള്ള പലതും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. നമ്മുടെ ചുറ്റിലുമുള്ള പലതും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ. ഇനിയും പലതുണ്ട് വൃത്തത്തിൻ കാര്യങ്ങൾ വിടവാങ്ങുന്നേ ഞങ്ങളിവിടെ നിന്ന്. ഇനിയും പലതുണ്ട് വൃത്തത്തിൻ കാര്യങ്ങൾ വിടവാങ്ങുന്നേ ഞങ്ങളിവിടെ നിന്ന്. വിടവാങ്ങുന്നേ ഞങ്ങളിവിടെ നിന്ന്. വിടവാങ്ങുന്നേ ഞങ്ങളിവിടെ നിന്ന്.